ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൊബാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കയറുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൂടെ വെച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ ജീവിതത്തെ തന്നെ വളർത്തി വലുതാക്കിയ തൻ്റെ അച്ഛൻ അവസാനമായിട്ട് അച്ഛൻ ഒരു എന്താ പറയണേ എന്നുവെച്ചാൽ ഭൂമിക്ക് തൻ്റെ അച്ഛനെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാൻ പോകുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. കാരണം ഫാദേഴ്സ് ഡേ എന്ന പേരിൽ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വേണ്ടപ്പെട്ടവരെ എല്ലാവരും കൂടെ ചേർത്ത് 40-40ഓളം ആൾക്കാരെ വിളിച്ചിട്ടുള്ള ഒരു വലിയൊരു പരിപാടിയായിട്ടാണ് അവർ വെച്ചേക്കുന്നത്. അപ്പം തൻ്റെ മകൾ വളർത്തുമകളാണെന്നും തൻ്റെ മകളെ അവളുടെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാനായിട്ട് പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് അച്യുതനും അംബികയും കൂടെ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കഥകളും വിശേഷങ്ങളുമാണ് വരാനിരിക്കുന്നത്. അങ്ങനെ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ കാണിക്കുന്നത് തന്നെ നമ്മുടെ അച്യുതൻ ഒരു സ്വപ്നം കണ്ടതാണ് നമ്മൾ ഇന്ന് കണ്ട എപ്പിസോഡിൽ മൊത്തത്തിൽ. അതായത് ഇങ്ങനെ അവിടെ വെച്ചിട്ട് ഭൂമി നമ്മുടെ വളർത്തുമകളാണെന്നും അവളുടെ അച്ഛൻ ഞങ്ങൾക്ക് സ്വന്തം അച്ഛന് മകളെ കൈമാറുകയാണെന്ന് പറഞ്ഞിട്ട് അച്യുതൻ്റെ ഫോട്ടോ മാറ്റി സത്യദാസിൻ്റെ ഫോട്ടോ കാണിക്കും. അങ്ങനെ അതോടുകൂടി ഭൂമി അതായത് സൗഭാഗ്യപുരത്തുള്ളവരോട് അങ്ങ് ചേർന്ന് പോകുന്ന സീനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സത്യദാസ് അച്യുതനെ തല്ലുന്ന സീനും അങ്ങനെയൊക്കെയുള്ള കണ്ട് ഞെട്ടലോടെ നമ്മുടെ അച്യുതൻ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അച്യുതന് മനസ്സിലാക്കാൻ ഒരു സ്വപ്നം കണ്ടതാണ് എന്നുള്ളത്. അപ്പോഴേക്കും അംബിക പെട്ടെന്ന് എഴുന്നേറ്റിട്ട് എന്തു പറ്റി അച്യുത, എന്താ പറ്റിയെന്ന്. അപ്പോൾ പറയാം, എനിക്കറിയില്ല അംബികയെ, നാളത്തെ ആ ഒരു ദിവസം എങ്ങനെയാകും എന്താകും എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്കതിന് പറ്റുമോ എന്നുള്ളതും എനിക്കറിയില്ല. എന്തോ വല്ലാത്തൊരു ഭയം തോന്നുന്നു. നമ്മുടെ മോള് ഇന്ന് ഈ ഒരു രാത്രി കൂടെ ഇനി നമ്മളെ കൂടെ ഉണ്ടാകത്തുള്ളോ, അതോ അവൾ ഇനി എന്നേക്കുമായി നമ്മളിൽ നിന്ന് അകന്നു പോകുമോ എന്നൊക്കെയുള്ള ഒരു ഭയമായിരുന്നു അച്യുതന്. അപ്പോൾ അംബിക പറഞ്ഞു, അതൊന്നും ഓർത്ത് അച്ചുവേട്ടൻ വിഷമിക്കേണ്ട, സമാധാനമായിട്ട് കിടന്നുറങ്ങുക എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ ഭൂമി പതിപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാവിലത്തെ നടത്തിയും കാര്യങ്ങളെല്ലാം ചെയ്ത് കടയിലോട്ട് പോകാനുള്ള ഒരു ധൃതിയാണ്. അപ്പം അച്യുതൻ ചോദിക്കും, മോളെ ഇന്ന് പോവാണോ എന്ന് ചോദിക്കും കടയിൽ. അപ്പം പറയാം, അതേ അച്ഛൻ ഞാൻ പോവാം, പിന്നെ ഇന്ന് പന്തലിടാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം ഓർഡർ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അവർ വരുമ്പോൾ അച്ഛൻ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ മോളെ, ആയിക്കോട്ടെ, എന്നാലേ ഞാൻ പോയിട്ട് വേഗം വരാം, ഉച്ച കഴിയുമ്പോഴേക്കും ഒന്ന് റെഡി ആയിട്ട് രണ്ടുപേരും സുന്ദരിയായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ മോളെ എന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ അച്യുതൻ ഭൂമി ഇങ്ങനെ വണ്ടിയിലോട്ട് കയറി ഹെൽമെറ്റ് എടുത്ത് വയ്ക്കുമ്പോഴേക്കും റെഡി മോളെ ഒരു ഉമ്മ തന്നിട്ട് പോടി. അയ്യടാ എൻ്റെ പൊന്നച്ഛനല്ലേ, ഞാൻ തിരിച്ച് വന്നിട്ടേ 1000 ഉമ്മ കെട്ടിപ്പിടിച്ചങ്ങ് തന്നേക്കാന്ന് പറയാം. അതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ എടി എന്ന് പറയും കേട്ടോ. കാരണം അച്യുതനൊരു സങ്കടം എന്തോ ആ മനസ്സ് ഒരു നിമിഷം വിലപിച്ചു. കാരണം വേറൊന്നുമല്ല, ഇന്നും കൂടെ അല്ലേ ഉള്ളൂ തൻ്റെ മകള് തന്നോടൊപ്പം എന്നുള്ളത്. പക്ഷേ ആ മനുഷ്യൻ അറിയുന്നുണ്ടോ, ഏതാനും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആ മനുഷ്യൻ മരണപ്പെടും എന്നുള്ളത് അറിയുന്നില്ല. പാവം തൻ്റെ മകളെ ഓർത്തുള്ള ആ ഒരു ഇതിൽ നെടുവീർപ്പിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഭൂമി വന്നിട്ട് ഉമ്മ തരാമെന്നൊക്കെ പറഞ്ഞ് ഭൂമി നേരെ ഷോപ്പിൽ പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ഭവാനി കമാലിനെ കാണാനായിട്ട് വരികയാണ് കേട്ടോ. വന്ന ശേഷം കമാലിനോട് പറയുന്നുണ്ട്, ഇത്രയും ദിവസമായി നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് ആ അച്ഛനെയും മകളെയും കൊന്നിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെയും മകളെയും കൊല്ലേണ്ടി വരും. അത് നിങ്ങൾ ഓർത്തോ. മേഡം അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീടും പരിസരവും എല്ലാം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ലക്ഷം വേണോ അതൊക്കെ ഞാൻ തരാം. പക്ഷേ ഇന്ന് ആ അച്യുതൻ്റെയും അയാളുടെ മകളായ അഭിരാമിയുടെയും കഥ കഴിഞ്ഞിരിക്കണമെന്ന് പറയും കേട്ടോ. അങ്ങനെ ഭവാനിക്ക് വാക്ക് കൊടുക്കുകയാണ് നമ്മുടെ കമാല്. ഭവാനിക്ക് കൊടുത്ത വാക്ക് പ്രകാരം നമ്മുടെ കമാല് നമ്മുടെ അച്യുതൻ്റെ വീട്ടിലോട്ട് തിരിക്കാനുണ്ട്. അപ്പം പോകുന്ന വഴി കുറച്ച് മദ്യമൊക്കെ മേടിച്ച് വെക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഇത്രയും വലിയൊരു കൃത്യം ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ആത്മധൈര്യത്തിന് വേണ്ടിയിട്ടാണ്, 2 പേരെ കൊല്ലണം എന്നുള്ളതാണ് ഭവാനിയുടെ ഓർഡർ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വേണ്ട ഒരു ധൈര്യമൊക്കെ സംഭരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാവാം
ഒരു മദ്യമൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് പോണത്, അതും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഭൂമി ടീ ഷോപ്പിലെത്തുകയാണ് കേട്ടോ. അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് ലക്ഷ്മിയേട്ടത്തി ചോദിക്കുക, ആഹാ മോളിന്ന് വരില്ല എന്നാണ് ഞാൻ കരുതിയെന്ന് ലക്ഷ്മിയേട്ടത്തി പറയും. അതെങ്ങനെ ലക്ഷ്മിയേട്ടത്തി ഇന്ന് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതെ ഇന്ന് നമുക്ക് നേരത്തെ കട അടയ്ക്കാം കേട്ടോ ലക്ഷ്മിയേട്ടത്തി, ഇന്നത്തെ പരിപാടി മറന്നിട്ടില്ലല്ലോ. കൊള്ളാം, അങ്ങനെ മറക്കാൻ പറ്റുമോ മോൾ, എന്താ ഈ പറയണേ? എന്നിട്ട് ലക്ഷ്മിയേട്ടത്തി പറയുന്നുണ്ട്, മോളെ വേഗം പരിപാടി നമുക്ക് തീർക്കാം കേട്ടോ, ഞാൻ ഓർഡർ ഉള്ളതുകൊണ്ട് മാത്രമല്ല ലക്ഷ്മിയേട്ടത്തി തുറന്നത്, ഇല്ലെങ്കിൽ ഇതൊന്നും ഞാൻ ഇന്ന് തുറക്കാനേ പോണില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ ഭൂമി നമ്മുടെ ബാലേട്ടനായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കമാൽ അച്യുതൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ് കേട്ടോ. അച്യുതൻ്റെ വീട്ടിലെത്തി ചുറ്റുപാടുമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരും വന്നു തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പം ആ സമയം നോക്കി വീടിൻ്റെ അകത്ത് കയറാനുള്ള ശ്രമമാണ് നമ്മുടെ കമാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ അച്യുതനും അംബിക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വിലപിച്ചിരിക്കുകയാണ്. അതായത് തൻ്റെ മകൾ ഇന്നും കൂടെ ഉള്ളൂ, ഇന്ന് കഴിഞ്ഞാൽ ഇനി അവളുടെ അച്ഛൻ്റെ അടുത്ത് ആയിരിക്കുമോ എന്നൊക്കെയുള്ള പല ചിന്തകളാണ് കേട്ടോ. അപ്പോൾ ആകെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് നമ്മുടെ അച്യുതന്. കാരണം ഇന്നത്തെ പരിപാടിയിൽ തനിക്ക് വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു തോന്നലാണ്. അപ്പോൾ അച്യുതൻ ഇങ്ങനെ കട്ടിലിൽ തന്നെ പല കാര്യങ്ങളും ഓർത്തിരിക്കുകയാണ്. അല്ലേ, തൻ്റെ മകളെ വളർത്തി ഇത്രയാക്കി, പക്ഷെ ആ ഒരു അച്ഛൻ്റെ അവസ്ഥ. പക്ഷേ കാരണം സത്യദാസ് ഇത്രയും വർഷമായിട്ട് തൻ്റെ ഭാര്യയെയും മകളെയും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയും കാണാതിരിക്കുന്നത് ശരിയല്ല. അതുമാത്രമല്ല, തൻ്റെ ജീവന് എന്തെങ്കിലും സംഭവിച്ചു പോയാലും എൻ്റെ മകൾക്ക് ആരും ഇല്ലാണ്ടാവരുത്, അവൾക്കൊരു അച്ഛനുണ്ട്, അതെങ്കിലും അവൾക്കാവണം. പിന്നെ അത് മാത്രമല്ല, ഭൂമിയുള്ളിടത്തോളം കാലം അംബികയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരാണ്ട് അവൾ നോക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ അച്യുതനും ഉണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും അച്യുതൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ, അതായത് അച്യുതൻ്റെ അംബികയുടെയും കണ്ണ് വെട്ടിച്ച് കമാൽ അകത്ത് കിടക്കുകയാണ് കേട്ടോ. അകത്ത് കടന്നിട്ട് നേരെ ഒരു കട്ടിലിൻ്റെ അടിയിലോട്ട് കയറി അങ്ങ് കിടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ കമാൽ കയറുന്നതിന് മുന്നേ വഴിയിൽ വെച്ചിട്ട് 1-2 പ്രാവശ്യമായിട്ട് മദ്യമൊക്കെ കുടിച്ചിട്ടുണ്ട് ഒരു ആത്മധൈര്യത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് കമാൽ മിണ്ടാണ്ട് കിടക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അംബികയും നമ്മുടെ അച്യുതനും ഒക്കെ റെഡി ആവാനായിട്ടുള്ള ശ്രമത്തിലാണ്. പക്ഷേ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവർക്കൊന്നിനും പറ്റുന്നില്ല. കാരണം വല്ലാത്തൊരു പിടപ്പ്, തൻ്റെ മകള് പോയല്ലോ എന്നോർത്തിട്ട്. ഒന്നാമത്തെ കാര്യത്തിൽ നമ്മുടെ അച്യുതന് ഒരു ഉമ്മ തന്നിട്ട് പൊടി മോളേന്ന് ആ രാവിലെ പോയപ്പം പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ട് നിറച്ച് ഉമ്മ തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭൂമി പോയത്. എൻ്റെ മോൾക്ക് ഇനി എനിക്ക് ഉമ്മ തരാൻ പറ്റുമോ എന്നുള്ളൊരു സംസാരമൊക്കെ വന്നപ്പോൾ അംബിക വഴക്ക് പറഞ്ഞു. എന്തിനാ അച്ചുവേട്ടാ ആവശ്യമില്ലാത്തൊക്കെ പറയണേ, നമ്മുടെ മോൾ ഒരിക്കലും നമ്മളെ വിട്ടേച്ച് പോവില്ല, വേണമെങ്കിൽ അച്ചുവേട്ടൻ കണ്ടോ എന്നൊക്കെ തന്നെ നമ്മുടെ അംബിക അച്യുതനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ. പക്ഷേ എന്തെന്നില്ലാത്തൊരു പ്രയാസവും ബുദ്ധിമുട്ടുമായിരുന്നു നമ്മുടെ അച്യുതന്. അങ്ങനെ ഭൂമി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അച്യുതൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അംബിക ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ അകത്തോട്ട് കടന്നു വരികയാണ്. അപ്പോൾ അംബിക അപ്പുറത്തായിരുന്നു. അപ്പോൾ അച്യുതൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. കാരണം മുഖം മൂടി, കമാൽ ഒരു കണ്ണ് മാത്രം കാണിച്ചിട്ട് മൊത്തം മുഖം കവർ ചെയ്യുന്ന കണക്കുള്ള ഒരു മുഖം മൂടി ഇട്ടിട്ടാണ് അച്യുതൻ്റെ മുമ്പിലോട്ട് കയറി അങ്ങ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ആരാന്ന് ഇങ്ങനെ അച്യുതൻ ഉറക്കെ ചോദിക്കുമ്പം അംബിക അവിടെ നിന്ന് ഓടി വരികയാണ്. എന്താ അച്ചുവേട്ടാന്ന്. അപ്പോൾ അംബിക നോക്കുമ്പോഴത്തേക്ക് ഒരു മുഖം മൂടിയൊക്കെ ധരിച്ചൊരു മതിയായ ഒരു മനുഷ്യൻ അച്യുതനെ ഇങ്ങനെ ചേർത്ത് ചുമരോട് പിടിച്ചേക്കുക. എന്നിട്ട് പറയും, എന്നിട്ട് അംബിക പെട്ടെന്ന് അയാളെ ഇങ്ങനെ കയറി മാറ്റാനായിട്ട് ശ്രമിക്കണതും അംബിക എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അംബിക തെറിച്ചങ്ങ് പോവാണ് ഇയാൾ കൈയെടുത്ത് ഇങ്ങനെ വീശുന്നത്. എന്നിട്ട് അയാളുടെ അരയെ കരുതിയിരുന്ന വലിയ കത്തി എടുക്കുകയാണ്. അംബികയ്ക്ക് മനസ്സിലായി കാര്യം പന്തികേടാണെന്ന്. ഈ സമയത്ത് അച്യുതൻ കൈ തട്ടി മാറ്റിയാണ് കമാലിൻ്റെ. എന്നിട്ട് അംബികയുടെ കൈയും പിടിച്ച് പുറത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതും ഈ കമാൽ പെട്ടെന്ന് എന്നെ കൊതറി ഇങ്ങനെ നിന്നിട്ട് ഇവരെ മാറ്റി ഇങ്ങോട്ടേക്ക് ചുമരോട് ചേർത്ത് അച്യുതനെയൊക്കെ നിർത്തുകയാണ്. എന്നിട്ട് അംബികയെ പിടിച്ചൊരൊറ്റ തള്ള ആ കട്ടിലിൻ്റെ കാലിൻ്റെ അവിടെ ചെന്ന് വീണിട്ട് അംബികയുടെ ബോധം അങ്ങ് നശിച്ചു പോയിട്ടോ. പെട്ടെന്ന് ബോധം കെട്ടുപോയി. ഈ സമയം അച്യുതൻ അംബികയെന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് അംബികയെ ഉണർത്താനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അംബികയ്ക്ക് ബോധം മൊത്തം പോയി. ഈ സമയം നമ്മുടെ കമാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ അച്യുതൻ്റെ പുറകെ വന്നിട്ട് അച്യുതനെ പുറകിൽ നിന്ന്
അങ്ങോട്ട് കഴുത്ത് ചുറ്റി ഇങ്ങനെ പിടിക്കും കേട്ടോ. പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ആ വലിയ കത്തി പള്ളയ്ക്ക് ഇങ്ങനെ ഒരു കുത്തം കൊടുക്കും. അച്യുതൻ്റെ ജീവൻ അങ്ങ് പോവാൻ കേട്ടോ. ഈ സമയത്ത് ഇവരുടെ അതായത് ഇന്നത്തെ ഫംഗ്ഷൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് 1-2 പേരൊക്കെ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഡോർ അടച്ചിട്ടേക്കുന്നുണ്ട്. അവർ കുറച്ച് വെയിറ്റ് ചെയ്ത് കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് നോക്കിയിട്ട് ആരും അകത്തുനിന്ന് വരുന്നില്ല. ഈ സമയം അകത്ത് ഇതുപോലെ ഇത്രയും വലിയ ധീരകൃത്യം നടക്കുകയാണ്. അങ്ങനെ അച്യുതന് ഒരു കുത്തു കുത്തിയിട്ട് വീണ്ടും കത്തി ഊരിയിട്ട് അടുത്തൊരു കുത്തു വീണ്ടും അങ്ങ് കുത്തേണ് കേട്ടോ. അപ്പോഴേക്കും അച്യുതൻ്റെ ഒരു 3/4 ജീവൻ അങ്ങ് പോവുകയാണ്. ഈ സമയം അംബികയ്ക്ക് ഒരു ബോധമില്ല. അംബിക ബോധം കെട്ട് കിടക്കുകയാണ്. അങ്ങനെ അച്യുതൻ കമന്ന് അവിടെ അങ്ങ് വീഴുന്നുണ്ടോ. ഈ സമയം നമ്മുടെ കമാൽ പതുക്കെ ആരും കാണാണ്ട് ഇറങ്ങി ഏതൊരു ബാക്ക് വശത്തൂടെ ആയിരിക്കണം എങ്ങോട്ടും ഇറങ്ങി പുറത്തോട്ട് പോകാൻ കേട്ടോ. അച്യുതന് ആ ബോധം മൊത്തം പോവുകയാണ്. കാരണം വെച്ചാൽ നല്ല രീതിക്കുള്ള കുത്താണ് അച്യുതന് കിട്ടിയത്. അങ്ങനെ കുറേ നേരം അച്യുതൻ ആ ബ്ലഡിൽ ഇങ്ങനെ വീണ് കമന്ന് ഇങ്ങനെ കിടക്കുകയാണ്. കാരണം അംബികയ്ക്ക് ബോധം കിട്ടാനായിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഈ സമയം ആൾക്കാർ വന്നിട്ട് കതവ് തട്ടിയിട്ടും തുറക്കുന്നില്ല. കാരണം അകത്തു നിന്നാണ് കുറ്റിയിട്ടേക്കുന്നത്. അങ്ങനെ അവരിൽ ആരൊക്കെയോ ഭൂമീനെ വിളിക്കുകയാണ്. മോളെ ഇതെന്താ വീട്ടിൽ ഫംഗ്ഷൻ വെച്ചിട്ട് ഞങ്ങളൊക്കെ വന്നിട്ട് ആരും ഒന്നും കതവ് പോലും തുറക്കുന്നില്ലല്ലോ. കതവ് തുറക്കുന്നില്ല, അമ്മയും അച്ഛനും അവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയും. പക്ഷെ കതവ് തുറക്കുന്നില്ല. അങ്ങനെ 1-2 പേരൊക്കെ വരെയാണ് കേട്ടോ. വിളിച്ചവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരണം. അയൽവക്കത്തുള്ളവരൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ അംബിക പെട്ടെന്ന് ഒരു ചെറിയൊരു ബോധം പോലെ ഇങ്ങനെ വരെയാണ് കേട്ടോ അംബികയ്ക്ക്. അപ്പം അതിൽ 1-2 പേര് ചേർന്നിട്ട് പെട്ടെന്ന് ഭൂമീനെ ഒന്ന് വിളിക്കുകയാണ്. മോളെ ഞങ്ങളിവിടെ എത്തിയിട്ട് ആരും കതവ് തുറക്കുന്നില്ല, എന്ത് പറ്റി? അപ്പം ഭൂമി ഒന്ന് കതവ് തുറക്കുന്നില്ല, അവരെങ്ങോട്ടും പോയിട്ടില്ലല്ലോ, അവിടെ ഉണ്ടാവും, ഒന്ന് നോക്കേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് എന്ത് പറ്റി കാണും ഭൂമിയും വിളിച്ചു നോക്കിയിട്ട്. അപ്പോൾ ആരും ഫോൺ എടുക്കണില്ല, അച്ഛനും എടുക്കണില്ല, അമ്മയും എടുക്കണില്ല. അപ്പം ഭൂമിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. എന്ത് പറ്റി കാണോ, അച്ഛന് ഇനി എങ്ങാനും വയ്യാണ്ടായോ എന്നൊക്കെയുള്ള പല ചിന്തകളാണ്. ഈ സമയത്ത് നമ്മുടെ ഭൂമി നേരെ ഓടി സ്റ്റേഷനിൽ ചെല്ലണത്. എന്നിട്ട് CIയുടെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ വീട്ടിൽ ഫംഗ്ഷൻ ആൾക്കാർ വന്നിട്ട് കതവ് തുറക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അജയ് സാർ എന്താ കാര്യമൊന്നും അറിയില്ല. അപ്പോഴേക്കും ഭൂമിയുടെ അടുത്ത് നീ പോയി ടീ ഷോപ്പ് പെട്ടെന്ന് അടയ്ക്ക്, ഞങ്ങൾ പെട്ടെന്ന് കുറച്ച് പേര് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അജയ് പെട്ടെന്ന് 1-2 SIയെയും 1-2 പോലീസുകാരെയും കൂടെ കൂട്ടി നേരെ ഭൂമിയുടെ വീട്ടിലോട്ട് ചെല്ലണം കേട്ടോ. അവിടെ ചെന്നപ്പോൾ ആളും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ അജയ് പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ അങ്ങോട്ട് തട്ടിമാറ്റി മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞ് മാറ്റുകയാണ്. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ അംബികയ്ക്ക് പെട്ടെന്ന് ഒരു ബോധം പോലെ വരെയാണ്. ബോധം വന്നിട്ട് അംബിക നേരെ നോക്കണത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നമ്മുടെ അച്യുതനെയാണ്. അംബികയുടെ ജീവൻ, നല്ല ജീവൻ അങ്ങ് പോയി. എൻ്റെ അച്ചുവിട്ടാന്നുള്ള ഒരു രീതിയിൽ കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കണം. അപ്പോഴാണ് ആ വയറ്റത്തെ കത്തി തുളഞ്ഞിരിക്കണത് അംബിക കാണുന്നത് കേട്ടോ. ആ പുറകുവശത്തായിട്ട് അംബിക ധൈര്യം എവിടെ നിന്നാണെന്നറിയില്ല, ആ ധൈര്യം സംഭരിച്ച് ആ കത്തി ഇങ്ങനെ വലിച്ചൂരി എടുക്കണം. ആ എടുക്കുന്ന സമയത്താണ് നമ്മുടെ അജയ് ആ ഡോറ് തല്ലി ഇങ്ങനെ ചവിട്ടി പൊളിച്ച് അകത്തോട്ട് കയറുന്നതും നമ്മുടെ അംബിക ആ കത്തി വലിച്ചൂരുന്നതാണ്. അപ്പോൾ അവരൊക്കെ കാണുന്നത് അംബിക അച്യുതനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവർക്ക് മനസ്സിലായത്. ആ ഒരു സീനാണ് അവർ കാണുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് കൂടി അറിയില്ല. ആകെ എല്ലാവരും നെടുവീർപ്പെട്ടിരിക്കുന്നത്. ഈ സമയം തന്നെ ഭൂമിയും വരെയാണ് അവിടെ. അപ്പം വന്നപ്പോൾ 1-2 പേര് ഭൂമി ഇപ്പോൾ അകത്തോട്ട് പോണ്ട മോളെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും ഭൂമി അവരെ തട്ടി മാറ്റിയിട്ട് അകത്തോട്ട് കിടക്കുകയാണ് കേട്ടോ. അകത്തോട്ട് കിടക്കണ ഭൂമി കാണുന്നത് രക്തത്തിൽ കുളിച്ച് മരിച്ച് കിടക്കുന്ന തൻ്റെ അച്ഛനെയും അവിടെ ഇരുന്ന് ഏങ്ങലടിക്കുന്ന തൻ്റെ അമ്മയാണ് കാണുന്നത്. ആകെ വല്ലാത്തൊരു സീനായിപ്പോയി ഭൂമിയുടെ ജീവിതത്തിൽ. തൻ്റെ അച്ഛനെയും അമ്മയും തനിക്ക് നഷ്ടപ്പെട്ടു, എന്താ പറ്റിയത്, എൻ്റെ അച്ഛൻ എന്തു പറ്റി എന്നൊക്കെയുള്ള പല ചിന്തകളും ഭൂമിയുടെ ഉള്ളിൽ കയറി വരണം കേട്ടോ. ആകെ ഇടങ്ങേറായിപ്പോയി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായി പോവുകയാണ്. ഭൂമി അവിടെ കിടന്ന കലറി വിളിച്ചും കരയാണ് കേട്ടോ. ആർക്കും ഒരു വാക്കുകൊണ്ട് സമാധാനിപ്പിക്കാൻ പറ്റുമോ? എന്താ ഈ പറയണ, നേരം വെളുത്തപ്പം താൻ കണ്ടിട്ട് പോയ തൻ്റെ അച്ഛനും അമ്മയാണ്. അതിൽ തൻ്റെ അമ്മ മരിച്ചില്ല മട്ടിൽ അങ്ങനെ ഇരിക്കുക, ബോധം പോലും ഇല്ലാണ്ട്. അച്ഛൻ്റെ അവസ്ഥ ഇതും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഭൂമി ഇങ്ങനെ കിടന്ന് കരഞ്ഞ് വിലപിക്കുകയാണ് കേട്ടോ. ആകെ ഭയങ്കര ഒരു സീനായിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് കാത്തിരിക്കാം. ഭൂമി രക്ഷപ്പെടുത്തുന്നുണ്ട് നമ്മുടെ അംബികേനെ ഈ കേസിൽ നിന്ന് അമ്മയല്ല എന്നുള്ളത് ഭൂമി വരുത്തി തീർക്കുന്നു. അതായത് ഭൂമി അത് തെളിയിച്ച് അത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി കാത്തിരിക്കാം ഇനി എന്താ വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ്
സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിവിടെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ കാട്ടത്തെ കിളിക്കൂട് ഉച്ചയ്ക്ക് 2:30 തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഇവർ വിവാഹിതരായ നാളത്തെ വിശേഷം ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ഗുഡ് നൈറ്റ്.